ആരാധിക്കുവാനും അടുത്ത് വരുവാനും നല്ല അവസരങ്ങൾക്കും ദൈവാചരിക്ക മഹാനഗരങ്ങൾക്ക് ദൈവം ആരോഗ്യത്തിനും ആയുഷിനും അവസരങ്ങൾക്കും എല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞ് രാജാവെ സമർപ്പിക്കുന്ന പ്രത്യേകിച്ച് ഈ ദേശത്ത് വാർത്ത പ്രവർത്തിക്കുന്ന വിലാസനായി അനുഗ്രഹിക്കുന്നതോടെ ദൈവം അനുഗ്രഹിച്ചു വഴി നടത്തി ആളുകളുടെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയൊരു വിശാലത വരുത്തണമേ. പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ായി സ്വതന്ത്രമായി പ്രാർത്ഥിക്കുന്ന കുടുംബം അനുഗ്രഹിക്കണമേ. കടന്നുവരാൻ ആഗ്രഹിക്കുന്നവരെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. അല്പസമയം ദേശത്തിലായിരിക്കുന്ന ദേശത്തെ ജനങ്ങൾക്ക് അനുഗ്രഹമായി അവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവനാമത്തിന് ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. ഞങ്ങളെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി ഈ ദേശത്തെയും സഭയെയും പ്രവർത്തനങ്ങളെ ഇതര വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചില വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകരം നമുക്ക് ദിവസങ്ങളിലാക്കിയാൻ കടന്നു വന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സെക്ഷന്റെ ചുമതല വഹിക്കുന്ന കുടുംബം, സെക്ഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ റജി പാസ്റ്റർ കുടുംബം ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥതയുണ്ടെങ്കിലും ഇന്ന് പകരം മീറ്റിംഗിൽ വന്ന് കുടുംബം വരുവാനായിട്ട് ദൈവദാസനെ ദൈവം ഒരുക്കി കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ ഇവിടുത്തെ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ കുടുംബം അവരെല്ലാം വസ്തുതയെ ശ്രദ്ധിക്കുന്നു. കാര്യങ്ങൾ പാടത്തുനിന്നും അതുപോലെ മാതാപിതാക്കളും ദൈവദാസന്മാർ വന്നിട്ടില്ല. വലിയ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞു. രാകേഷ് ഭാഷ എന്ന പകരം കുടുംബമായിട്ട് നമ്മുടെ മധ്യമുണ്ട്. ദേവദാസൻ കഴിഞ്ഞ ഇന്നലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ 1000 രൂപ നൽകി. നമ്മുടെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ സഹകരിക്കുക വളരെ ഉത്സാഹത്തോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ ദേവദാസൻ പലപ്പോഴും കടന്നു വരാറുണ്ട്. അതുകൊണ്ടെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇന്നിവിടെ പ്രവർത്തനം ഉണ്ടെന്നുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ ദേവദാസന്റെ കുടുംബമായിട്ട് നേരത്തെ ഒരുങ്ങിയവരെ നമ്മൾ ഒരുമിച്ച് കടന്നു വരുവാനായിട്ട് ഇടയാക്കുന്നു. ദേവദാസനെ കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് അവരെ പാർക്കുന്നു, ദൈവം അവരെ കൊണ്ടുവന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ ശുശ്രൂഷകൾക്കും ദൈവം അതൊരു അനുഗ്രഹമാക്കി തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നതുപോലെ ദേവദാസനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വലിയ സാധനം ചെയ്യുന്നു. തുടർന്നുള്ള സമയം അല്പസമയം നമ്മൾ ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുകയാണ്. അതിനുവേണ്ടി ബഹുമാന ദേവദാസൻ കടന്നു വന്ന് ആളുകളോട് ചില ആലോചനകൾ അറിയിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകരം നമുക്ക് ദൈവസഭയിലായിരിക്കാം. അതിനായിട്ട് അതുപോലെ ദൈവദാസനെ ക്ഷണിക്കുന്നു. ഒരു വിഷയം നമ്മൾ മണ്ണത്തിയിലെ ബൈബിൾ സ്കൂളിലെ വിഷയം നമുക്ക് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിക്കും അത് പറയാമോ? കാരണം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. മണ്ണത്തിയിലെ ബൈബിൾ സ്കൂൾ വിഷയം നമുക്ക് ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ മൂടി ഒരു വാക്കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ചർച്ചിലെ ഒരു സഹോദരൻ എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു. ഹാർട്ടിൽ ഒരാട്ടില്ല. അവര് ഹോസ്പിറ്റലുകാർ തന്നെ അതിനെ എടുത്ത് അങ്ങനെ അവരങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ എടുത്തേക്കുക. അവരുടെ കൈ കൊടുത്തിട്ടില്ല. നമുക്ക് പ്രിയ കൊച്ചമ്മ ഓർപ്പിച്ച പ്രാർത്ഥന വിഷയം കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ദൈവം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയ രാകേഷ് പാസ്റ്റർക്ക് ദൈവം പ്രേരണ നൽകിയത് നമ്മുടെ മണ്ണൂത്തിയിലെ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അനേക യുവക്കൾ അവിടുന്ന് പഠിച്ച പുറത്തിറങ്ങി നമ്മുടെ ഈ സെന്ററിലും
തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷകരായിട്ട് പലരും പോയിട്ടുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാം. സ്ഥാപനത്തെ ഓർക്കാം, മുഖാന്തരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമുക്ക് ശാലോൻ തിരുവല്ലായിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, വെമ്പാലയിലുണ്ട്, ഫെയ്ത്ത് തിയോളജി കോളേജിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആ കുഞ്ഞിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയം കൂടെ പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ ഗോവിന്റെ വൈഫിന് ഡെലിവറിക്ക് ഗുജറാത്തിലേക്ക് പോയിരിക്കുകയാണ്. ഡിസംബർ മാസം 5-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അവർ നവംബർ മാസം 27-ാം തീയതി നവംബർ മാസം ആദ്യം തന്നെ റോബിൻ അവിടെ വരും. അവർ അങ്ങോട്ട് പോകും. സുഖകരമാകുന്നൊരു പ്രസവം പ്രിയ പൈതലിന് കൊടുക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കൂടാതെ ഞങ്ങളിവിടെ 89 വയസ്സുള്ള 89 വയസ്സുള്ള ഒരു അമ്മച്ചിയുണ്ട്. എല്ലാ മീറ്റിങ്ങിനും കൃത്യമായിട്ട് ആരാധനയ്ക്ക് കടന്നു വരുന്നു. ആരാധനയ്ക്ക് അവിടെ കടന്നു വന്നുകൊണ്ടിരുന്നവർക്ക് കടന്നു വരുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് വരുവാനുള്ള സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പിന്നെ അവിടുത്തെ ദിവസം പ്രാർത്ഥിച്ചതുപോലെ ആ കൂടെ ആയിരിക്കുന്ന ആരാധന നടക്കുന്ന സ്ഥലവും ആ ആളെങ്കിലും ഒന്ന് തേക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു 10,000 രൂപ എൻ്റെ സ്ലാബിൻ്റെ ബാക്കി ബാലൻസ് 10,000 രൂപയുണ്ട്. അപ്പോൾ ആളും പ്രത്യേകിച്ച് വേനൽക്കാലത്തിരിക്കും ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് തേച്ചാൽ 2 ഫാനൊന്നും മേടിച്ചിട്ടാണ് വരുന്നവർക്ക് ഒരു ആശ്വാസമായി തീരും. അവിടെ നിങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിട്ട് വലിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സെക്ഷൻ പാസിനെ വിളിച്ച് പറഞ്ഞിങ്ങനെ അന്നേരം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ദൈവസന്നിധി ഞാനൊരു തീരുമാനമെടുത്തു. കുടുംബമായിട്ട് ഇപ്പോൾ ആൽബിൻ അവിടെയാണല്ലോ പഠിക്കാനും കാര്യങ്ങൾക്കും പോയിരിക്കുന്നു. കൃത്യം 9 മണിക്ക് കുടുംബ പ്രാർത്ഥന 1 മണിക്കൂർ നടത്തണം. അവർ വേറൊരു കോഴ്സിൽ ചേർന്നു. 2 ആഴ്ച മുതൽ എൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഞാൻ ദിവാസിനോട് പറഞ്ഞിരുന്നു അവന് മെക്കാനിക്കൽ എഞ്ചിനീയർ പോകാനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പുള്ളി വേറെ കോഴ്സിനാണ്. ഞാൻ തന്നെ അവൻ്റെ ആഗ്രഹമല്ലേ നമ്മളെന്തെങ്കിലും പഠിപ്പിച്ചിട്ട് അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ അതപ്പം കാരണമാണെന്ന് പറയാതിരിക്കാനായിട്ട് അവൻ്റെ ഇഷ്ടത്തിന് അതിനെ വിട്ടു കൊടുത്തു. തിങ്കളാഴ്ച എൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങാണ്. അവന് സ്റ്റേറ്റിലേക്ക് കളിക്കാനായിട്ട് ഇത് വന്നിരിക്കുന്നു. സ്റ്റേറ്റ് കളിച്ചാൽ കേരള ടീമിൽ കളിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വിഷയങ്ങളെ ഞാൻ പറയുകയും ഒരു തീരുമാനം എടുത്തപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി. പ്രാർത്ഥിക്കേണ്ട സമയത്ത് കറക്റ്റ് 9 മണിക്ക് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് ആൽബിൻ്റെ ഭാവി എൻ്റെ ജീവിതത്തിൽ വലിയൊരു വേദന തന്നെയാണ്. പിന്നെ ഒരാരോ പ്രാർത്ഥിച്ചു സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കത്ര എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും നിലവിൽ ക്രിസ്തുയേശുവിൽ കാക്കപ്പെടുകയെന്ന് ദൈവത്തിൽ എഴുതിയിരിക്കുന്നു. പലപ്പോഴും ഇന്നലെ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നോട് ഒരു വേദഭാവം ഇടപെടുവാനിടയായി തീർന്നാൽ ഇന്നലെ രാത്രിയിൽ 3 പ്രാവശ്യം വേദഭാവം വായിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കൂടാതെ അവിടെ കടന്നു വരുന്ന രൂത്താലി ആത്മാർത്ഥതയുണ്ട്, വരാൻ താല്പര്യമുണ്ട്. ചില ദൂരമാണെങ്കിൽ ഓട്ടോ വിളിച്ചൊക്കെ വരും. പക്ഷേ ആൾക്ക് ഒരു വേദനയില്ലെങ്കിൽ ഞായറാഴ്ച ആകുമ്പോൾ ഏതെങ്കിലും ഒരു വേദന ശത്രു കൊണ്ടുവരും. അത് അവരുടെ മടിയായിട്ടില്ല, അവർക്ക് ശാരീരികമാകുന്ന ക്ഷീണങ്ങളാണ്. അതുകൊണ്ട് ആദ്യ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. 3 വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞിൻ്റെ ഡെലിവറി, അതുപോലെ തന്നെ ആലയത്തിൻ്റെ പണി, സിലിയർ വെച്ച് യൂത്താൻഡി, പിന്നെ ആൽബിൻ്റെ വിഷയങ്ങളുടെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പറഞ്ഞുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. വിഷയം എല്ലാവരും കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മൊറീസ് മാസ്റ്റർ കൊച്ചുങ്ങൾ ഓർപ്പിച്ച വിഷയങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ വെൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെയും ഓർത്തുകൊണ്ട്
സ്തോത്രം ചെയ്ത് നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. പ്രിയ ദേവദാസി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസനെ അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 രാജാവേ വാഴ്ത്തുന്നു പരിശുദ്ധ ജീവന്റെ വചനം
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണം. കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളുടെ വൈദ്യുതി നേർക്ക് വേണ്ടി കടന്നുപോയിരിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കാണുവാൻ ദൈവമിടയാക്കണം. മാതാവിനെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് കാത്തുകൊണ്ടേ കർത്താവേ, ദാസന് കടന്നുപോയി കർത്താവേ, ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട കർത്താവേ, സൗഖ്യത്തോടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും കർത്താവെ മുടക്കപ്പെടാതെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ വേണം. എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമേ. ദൈവാത്മാവ് തന്നെ നടക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ ശക്തിയായിരിക്കണം. കർത്താവേ, മാതാവിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ ദൈവം അറിയുന്നല്ലോ. എന്റെ മകന്റെ അവസ്ഥകൾ കുടുംബത്തിന്റെ അവസ്ഥകൾ കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഓർക്കുമാറാകണം. എന്നെ ദൈവപ്പെടുത്തിയിരിക്കുന്ന പ്രത്യാശിക്കാൻ സ്തോത്രം കർത്താവേ. അത് മങ്ങിപ്പോവാൻ സ്വന്തം അനുവദിക്കല്ലേ കർത്താവേ. ആലയത്തിനൊരു കർത്താവേ നിൽക്കുവാൻ വേണം. കുടുംബത്തിനൊരു അനുഗ്രഹമായി നിൽക്കുവാൻ കർത്താവേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാർത്തയ്ക്ക് കർത്താവിന്റെ കരം കൂടെ ഇരിക്കണമേ. എന്റെ ദാസൻ കർത്താവേ പ്രകാരം പറയുന്നുണ്ട്. ഓരോ ഒരുമിച്ച് സ്തോത്രത്തോടെ കേൾപ്പിക്കുവാണ്. എന്റെ കർത്താവിന്റെ കരം ഉയർത്തിരിക്കുന്ന കരമാണ്. എന്റെ കർത്താവിന്റെ കരം പ്രവർത്തിക്കുന്ന ഭുജമാണ്. ഞങ്ങളുടെ കരത്തിലോട്ട് വലിയ ചെയ്യുന്ന ദൈവമാകിയാൽ കർത്താവിന്റെ പ്രാർത്ഥന കേട്ട വിശുദ്ധനെ എല്ലാം കർത്താവിന്റെ പ്രവൃത്തി അയച്ചനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം അതേ നാമം മഹത്വപ്പെടുവാൻ കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമം നമ്മുടെ ഇടയിൽ മഹത്വപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഈ 2023 വർഷം സെപ്റ്റംബർ മാസത്തിന്റെ ഈ അവസാന ദിവസം 30-ാം തീയതി ശനിയാഴ്ച കർത്താവിനെ സ്ഥലം ഇങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കടന്നു വന്ന സ്വന്തം വർഗീസ് പാസ്റ്ററും കുടുംബം, അതുപോലെ രജി പാസ്റ്ററും കുടുംബവും, സനിൽ പാസ്റ്ററും കുടുംബവും, ഇവിടെ അയക്കുന്ന പാസ്റ്ററും കുടുംബത്തെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങൾക്കും കുടുംബമായി നിങ്ങളുടെ കൂടെ അല്പസമയം ആയിരിക്കാൻ കർത്താവ് ഞങ്ങളോട് കാണിച്ച കരുണയോർത്തി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സെക്ഷൻ്റെ പ്രവർത്തനങ്ങളെ നന്നായി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നടത്തുവാൻ കർത്താദാസനെ വർഗീസ് പാസ്റ്റർ കർത്താവ് ബലപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കൂടെ നിന്ന് തന്നോട് കൂടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരെ കർത്താവ് നൽകിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനായ സ്തോത്രം. രജി പാസ്റ്ററും കുടുംബവും സനൽ പാസ്റ്ററും കുടുംബവും ഒക്കെ ഇവിടെ അയക്കുന്ന ആൽവിൻ പാസ്റ്ററും കുടുംബവും മറ്റുള്ള ദേവദാസന്മാരൊക്കെ ഉള്ളതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. മറ്റുള്ളവർക്ക് സ്തോത്രം കാലാവസ്ഥയിലെ തടസ്സ നിമിത്തം ആയിരിക്കും മറ്റുള്ള കാര്യങ്ങൾ നിമിത്തം പലർക്കും വരാൻ സാധിച്ചില്ലെങ്കിലും കൂടി വന്ന നമുക്ക് 4 കുടുംബങ്ങൾക്ക് സ്തോത്രം 8 പേർക്ക് സ്തോത്രം 8 പേർ 8 പേരുടെ കണക്ക് കർത്താവ് ഇന്ന് പൂർത്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഇന്നലെ തന്നെ അത് പാസ്റ്റർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ വളരെ കാരണം ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീറ്റിങ്ങിൽ ഒരാഴ്ച പോയി ശനിയാഴ്ച വേറൊരു മീറ്റിംഗ് പോൾ മാള പാസ്റ്റർ പറഞ്ഞായിരുന്നു. ഞാൻ തന്നെ ശനിയാഴ്ച നമുക്ക് പോകാമെന്നും പറഞ്ഞു. കാരണം ഈ ആഴ്ച അവരുടെ കൂടെ പോകാൻ പറ്റിയില്ല, അവർക്ക് എന്താ തടസ്സങ്ങൾ വന്ന്. മാത്രമല്ല ആൻറ്റിക്ക് ക്ഷീണം, ശാരീരികമായ ക്ഷീണം എപ്പോഴും പിടിപിടിയുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രവർത്തനങ്ങളും അതുപോലെ മീറ്റിങ്ങിനും കൂടാൻ പറ്റാത്ത ശാരീരിക പ്രയാസം ഉള്ളതുകൊണ്ട് ബുധനാഴ്ച വെച്ചത് മാറ്റേണ്ടി വന്നു. വ്യാഴാഴ്ച വെച്ചത് ബുധനാഴ്ച അവർക്ക് ഉപവാസ പ്രാർത്ഥന സെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്യാഴാഴ്ച പറ്റിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് പാസ്റ്ററോട് പറഞ്ഞു എന്നാൽ ശനിയാഴ്ച നമുക്ക് ഉറപ്പാക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ വേറൊരു സഭയിൽ പോകേണ്ട ഒരു ആവശ്യം, ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് പുല്ലൂരിൽ. ഞങ്ങൾ കുറച്ച് 1.5 മാസം അവിടെ പോയിക്കൊണ്ടിരുന്നു. അവിടുത്തെ പാസ്റ്ററും വിളിച്ചായിരുന്നു ഇന്ന് നാളെയൊക്കെ ചെല്ലാൻ വേണ്ടി. എന്തായാലും സ്വത്രം കർത്താൻ ഇത് പ്രകാരം ഇന്ന് പാസ്റ്റർ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ മനസ്സിലൊരു താല്പര്യവും മാത്രം, മനസ്സിൻ്റെ താല്പര്യം കൊണ്ട് മാത്രം പോരല്ലോ. പ്രൈസിലോട് സ്വത്രം ഈ 1-2 വിഷയങ്ങൾ ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള വലിയ കാര്യമാണ്. അതിൽ സ്വത്രം എല്ലാം പ്രവർത്തനങ്ങളാണ്, എല്ലാം സഭകളാണ്. പക്ഷേ കർത്താവ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എവിടെയാണ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സ്വത്രം മറ്റുള്ള കാര്യങ്ങൾ ഉറപ്പില്ലാത്തതുകൊണ്ടും പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പാസ്റ്ററോട് തന്നെ ഞങ്ങളും വരാം, നാളത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ സഭയിൽ തന്നെ പറഞ്ഞു കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥ മഴയായിരുന്നു. അപ്പോൾ ഇന്നും ഇങ്ങനെ ഒരു കാലാവസ്ഥ ആണെങ്കിൽ, മഴ ആണെങ്കിൽ മിക്കവാറും ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്തോത്രം. എന്നാൽ ഇന്ന് പകലത്തെ വെയിൽ ഞാൻ രാത്രി മുഴുവൻ കർത്താവിനെ പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ ഈ ദേശത്ത് ഞങ്ങൾ വന്നിട്ടില്ല, ഈ ഭാഗത്ത് വരുവാനും സാവകാശം കർത്താവ് ഒരിക്കലും ഫ്രീ ആയിട്ട് സൺപാസ് വന്ന് കൊണ്ടാക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ആകെ 10 ചുവട് വെച്ചാൽ മതി മെയിൻ റോഡിലേക്ക്. അതുകൊണ്ട് അത്രയും സാവകാശം കർത്താവ് തന്നെങ്കിൽ നീ ഒരു പ്രവൃത്തി ചെയ്യണം, ഞങ്ങൾക്ക് ആ ദേശം ഒന്ന് കാണണം.
കാണാവുന്നവൻ തന്നെ പോയി നമ്മൾ കാശ്മീർ പോയി കാണുന്ന അല്ലെങ്കിൽ മൂന്നാറിൽ പോയി കാണുന്നില്ല, അത് വേറെ കാണല്, അങ്ങനെ പോയിട്ടില്ല ജീവിതത്തിലെ സ്വത്രം. ഹണിമൂന്ന് പരിപാടിയൊന്നും നമുക്കൊന്നും ചെയ്തവർക്കായി സ്വത്രം ഇല്ല അനുവാൻ്റെ അപ്പം ചാടി പറഞ്ഞു ഇല്ല, നമുക്ക് അങ്ങനെ ചിന്ത വന്നില്ല. പിന്നെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ പോകുന്നില്ലേ എന്ന്. അപ്പോൾ അപ്പോഴാണ് ചിന്ത വരുന്നത് അങ്ങനെ സംഭവം ഉണ്ടെന്ന്. പോട്ടെ, അതും പോയിട്ട്. പക്ഷേ ജമ്മു വരെ പോയിട്ടുണ്ട്, കൃപയാൽ ആസാം പോയിട്ടുണ്ട്. പക്ഷേ ഒന്നും കാഴ്ച കാണാനായിട്ട് കർത്താവ് ഇട വന്നില്ല, മാത്രമേ താല്പര്യമില്ലാണ് സ്വന്തം. പക്ഷേ ആ ദേശങ്ങളിൽ പോയൊന്ന് കാണാൻ മാത്രമല്ല ആ ഒരു അവസ്ഥ അറിയുവാൻ അവിടെ കഷ്ടപ്പെടുന്ന ദേവദാസന്മാർ മാത്രമല്ല. ഇവിടെയും കർത്താവ് സ്വന്തം കഷ്ടപ്പെടുന്ന ദേവദാസിനെ കുറിച്ച് കേട്ടു. മാസ്യോദനം കണ്ടെങ്കിലും പാസ്റ്റർ ആണെന്നുള്ള ആൾ, ഈ പാസ്റ്ററാണ് ആ ആളെന്ന് അറിയില്ലായിരുന്നു. പാസ്റ്റർ കണ്ടപ്പോഴാണ് ആൾ മനസ്സിലായത് സ്വത്രം. അപ്പോൾ കർത്താവ് വന്ന് ഇപ്പോൾ പകലത്തെ ആ ഒരു മണിക്കൂർ വെയിലാണ് പോയി അമ്മച്ച് കർത്താവ് പ്രാർത്ഥന കേട്ടു. സ്വത്രം 100 സ്വത്രം കൊടുത്തു. പിന്നെ അതിൻ്റെ മഴ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ് അതിലൊരു മുക്കാൽ തിരിച്ചു വന്നു പറഞ്ഞു. ഞാൻ മകനാണല്ലോ സ്വത്രം, മാത്രമല്ല നീ വേലയ്ക്കാക്കി വേല ചെയ്യാൻ വേണ്ടിയാണല്ലോ, പ്രാർത്ഥന നടക്കും. അപ്പോൾ എന്നാലും വേല ചെയ്യാൻ വേണ്ടി അപ്പോൾ കുറച്ച് മക്കളെ ജീവിതങ്ങൾ കാണുവാൻ, വീടുകൾ, നീ കാൽ ചവിട്ടുന്ന ഭവനം, നീ കാൽ ചവിട്ടുന്ന ദേശം നിൽക്കുള്ളൂ. അപ്പോൾ എനിക്ക് അല്ലെങ്കിലും സഭയ്ക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് ആവുന്നു സ്വത്രം. ഒരു ട്രാക്ടറും കൊടുത്ത് രണ്ടാൾ ചീത്ത പറഞ്ഞാൽ അതെങ്കിലും കേൾക്കാമല്ലോ എന്നൊക്കെ തൃശ്ശൂർ ഭാഷയിലെ ചീത്ത ഒക്കെ കേൾക്കാമല്ലോ എന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. പ്രൈസ് കർത്താവ് മാറ്റി മറിച്ചു. കർത്താവ് ഹിതമതായെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. പക്ഷേ പാസ്റ്റർ പറഞ്ഞ വിഷയങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒപ്പം ഓർത്തത് പ്രാർത്ഥിക്കുവാനും സ്വത്രം ഒരു ആത്മഭാരം സ്വത്രം. അപ്പച്ചൻ മാത്രം എല്ലാവരും പറയുന്ന കാര്യം എങ്കിലും ഈ ദിവസങ്ങൾ അപ്പച്ചനെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ വീട്ടിൽ പോകുന്ന അപ്പച്ചൻ എപ്പോഴും പറയുന്ന കാര്യം, മക്കളെ വേറെ ഒന്നും വേണ്ട, ആത്മഭാരം വേണം സ്വന്തം. ശുശ്രൂഷയിൽ ബാക്കി കാര്യങ്ങൾ വന്നു, പക്ഷേ ആത്മഭാരം അതാണ് ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു പോയൊരു അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ ആവശ്യമുള്ള വേണ്ടി പ്രാർത്ഥിക്കണം. സ്വത്രം. കർത്താവ് നമ്മളെ ദിവസങ്ങൾ അതിനെ സഹായിക്കാൻ ബലപ്പെടുന്ന ചേട്ടൻ ഇവിടെ വന്നപ്പോൾ അത് പലയിടത്തും പോകുമ്പോൾ പല ആയിട്ട് ഇവിടെയും ചില നാളുകളായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതിന് മുമ്പ് പല പാസ്റ്റർ എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ പല കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്, പല മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, പലതവണ ഇവിടെ പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട കേരളത്തിൽ അല്ലെങ്കിൽ വടക്കേൻ്റെ പല ഭാഗങ്ങളിൽ ഞാൻ പോയപ്പോൾ അവിടെ എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് അത് പലരും പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. സ്വത്രം. കർത്താവ് പറഞ്ഞ അതിനോട് ചേർന്ന് പെട്ടെന്ന് പാസ്റ്റർ വിഷയം പറഞ്ഞപ്പോൾ ദൈവം ഓർപ്പിച്ച ഒരു വാക്യമായിരുന്നു സ്വത്രം. വിത്ത് അത് വിരിക്കാൻ ഒരാൾ, അത് നനയ്ക്കാൻ ഒരാൾ, വളർത്തുമാതാക്കുന്നത് ദൈവം. ഓരോ അങ്ങനെ സ്വത്രം. അപ്പോൾ വിത്ത് ഇടുന്നത് എളുപ്പകാര്യമാണ് അല്ലേ, മേടിച്ചത് വിത്ത് ഇടാൻ എളുപ്പമാണ്. എന്നാൽ അതിന് പ്രയാസങ്ങളുണ്ട് വേറെ സ്വത്രം, എന്നാലും അത് ഇടാൻ എളുപ്പം. പക്ഷെ നനയ്ക്കുന്നത് അതിന് ആഴമായ കാര്യമല്ല, ജസ്റ്റ് പുറമേയുള്ള കാര്യം മാത്രം. നനയ്ക്കുമ്പോൾ അത് ഒന്നെങ്കിൽ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നും അധികം അത് പൊക്കിയെടുക്കണം, വെള്ളത്തിൽ ബക്കറ്റിൽ വെള്ളം പൊക്കി കൊണ്ടുപോകണം. ഇപ്പോൾ പിന്നെ നമുക്ക് മോട്ടറുണ്ട്, പമ്പുണ്ട്, പൈപ്പുണ്ട്, അതൊക്കെ സൗകര്യങ്ങളുള്ളതുകൊണ്ട് എന്നാലും ഒരു പണിയുണ്ട് അതിൽ. അപ്പോൾ നനയ്ക്കുന്ന ആൾക്കാർക്ക് ചെറിയ പണി കൂടുതലാണ് സ്വത്രം. എല്ലാവർക്കും പണികളുണ്ട്, പ്രാർത്ഥന, ഉപവാസം, കണ്ണീർ ഇതൊക്കെ വേണമെങ്കിലും നനയ്ക്കുന്ന ആൾക്ക് കുറച്ചും കൂടെ പണി കൂടുതലാണ്. മാത്രമല്ല വെള്ളം നനയ്ക്കാന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണുനീരുണ്ട് ആ ദേശത്തിന് വേണ്ടി, ആത്മാക്കളിൽ നമ്മൾ കരയാം, എളുപ്പകാര്യമല്ല സ്വത്രം. അത് അത്രത്തോളം ഒരു അത് അപ്പച്ചൻ പറഞ്ഞ ഒരു ആത്മഭാരത്തോടെ എനിക്ക് എൻ്റെ മക്കൾ, എൻ്റെ സഹോദരൻ, എൻ്റെ അപ്പൻ അമ്മ എന്ന ചിന്തയോടെ കരയുന്ന ഒരു അനുഭവം അവർക്ക് പണ്ട് കാലത്ത് അവർക്കൊക്കെ ഉണ്ടായിരുന്നു സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന കാലത്ത് ഇല്ലായില്ല എന്നും അങ്ങനെ കരയുന്ന ദേവദാസന്മാർ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നത് മഹത്വപ്പെടുന്നു സ്വത്രം ചെയ്തു. അപ്പോൾ ആ ഒരു കരച്ചിൽ, അപ്പോൾ പിന്നെ അതെല്ലാം കാണുമ്പോൾ വളർത്തമാളാക്കുന്ന ദൈവമുണ്ട് സ്വത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ കർത്താവ് കാണുന്നുവെങ്കിലും വളർച്ച ഒരുപോലെയല്ല. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പറഞ്ഞ അമ്മച്ചിൻ്റെ കാര്യം 89 വയസ്സ്. പാസ്റ്റർ അങ്ങനെയല്ല ഇപ്പോൾ പറഞ്ഞു 89. അപ്പോൾ ഞാൻ പറഞ്ഞ ശേഷം പാസ്റ്റർ അത് പറയാൻ തുടങ്ങി തോന്നുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ 50 വയസ്സ് ജീവിതത്തിൽ ഒരു അമ്മച്ചി ഒരാൾ പറയാം, ഞാൻ വയസ്സ് ചോദിച്ചപ്പോൾ അമ്മച്ചി പറയാം 89. അരക്കണക്കെന്തോ അമ്മച്ചിക്ക് അത്രയും കൃത്യം 89 വയസ്സായ അമ്മച്ചിക്ക് അര വയസ്സും കൂടി 6 മാസം കൂടി ഓർമ്മയുണ്ട് സ്വത്രം. അത്രയും ഓർമ്മ എല്ലാവർക്കും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അത് ഓർത്ത് സ്വന്തം. മാത്രമല്ല അതിൽ അതിശയം ഇരട്ടി വലിയ ബൈബിൾ, ഇത്രയുള്ള വലിയ ബൈബിൾ ഒരു 5 കിലോ ആണ്. പുള്ളിക്കാലത്തെ സഭ അറിയില്ല, കയറ്റം കയറണം. ഈ പ്രായമുള്ള അമ്മച്ചി ആ ബൈബിൾ പിടിച്ചുകൊണ്ട്, ഞാൻ അവിടെ സഭത്ത് പറയുകയും ചെയ്തത്, ആ ബൈബിൾ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. കണ്ണാട വെക്കാതെ വായിക്കുകയും ചെയ്തു സ്വത്രം. കുറേ ഒത്തിരി വാക്യങ്ങൾ പിന്നെ കാണപ്പാടാണ് എങ്കിലും സ്വത്രം. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഞാനോ എൻ്റെ ഭാര്യ ആകട്ടെ 2 കിലോ പൊക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യമില്ല. 2 കിലോ റേഷൻ കിട്ടുന്ന 2 കിലോ അരി പൊക്കിയാൽ പിന്നെ 2 ദിവസം നടുവേനയാണ് സ്വത്രം. അപ്പോൾ ഈ അമ്മച്ചിയുടെ ആ ധൈര്യത്തെ ഓർത്ത്, ആ ദൈവസ്നേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അങ്ങനെയുള്ള അതേ ജീവിതങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. കർത്താവ് വരും ദിവസം നൽകും. ഭാരപ്പെട്ടു പോലെ സ്വത്രം. അതേ ഭാരങ്ങൾ നമുക്ക് വരും ദൈവമക്കളെ സ്വത്രം. ദേവദാസന്മാർ, ആൻറ്റിമാർ, പ്രൈസ് ദി ലോർഡ്. ഈ എപ്പോഴും ദൈവമക്കൾ കണ്ട പറയുന്നതുകൊണ്ട് അങ്ങനെ മാസ്റ്റർമാർ ഭാര്യമാരെ അടയ്ക്കാണ് നിൽക്കുന്നത്.
പ്രൈസ്. അപ്പോൾ നമുക്കുള്ള കഷ്ടങ്ങൾ ഒട്ടും അത് സാരം മാത്രമല്ല, അതൊന്നും അത് കൂടുതലല്ല. ഇതെല്ലാം അനുഭവിച്ച അത് 2000 വർഷമായിട്ട് അനുഭവിക്കുന്ന ദേവദാസന്മാർ പലരും അനുഭവിച്ചു പോയി, പലരും ഈ കാലത്തും അനുഭവിക്കുന്നു. സ്തോത്രം. നമുക്കെന്നാൽ പലപ്പോഴും നമുക്ക് ഈ പുതിയ ന്യൂ ജനറേഷൻ വന്ന നിമിത്തമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി തടസ്സം വരുന്നുണ്ട്. അതൊരു പ്രാർത്ഥിക്കുന്ന വിഷയം തന്നെയാണ്. ന്യൂ ജനറേഷൻ സഭകൾ നിമിത്തമായി ദൈവസഭയ്ക്കും അതെ സത്യസഭയ്ക്കും സത്യവചനത്തിനും ഒത്തിരി എതിർപ്പ് വരുന്നുണ്ട്. സ്തോത്രം. ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു. സ്തോത്രം. നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞാലും ആശ്രയ സ്തോത്രം, ഇവർക്ക് കാണാൻ ഇന്ന് മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിൽ നിന്ന് അവർ കാണുന്ന അനുഭവം, പ്രസംഗം വേറെ ഒന്നല്ല, അത് മറ്റു ലോകകാര്യം വിട്ടോ, പ്രസംഗം തന്നെ സ്വതം ഒത്തിരി പ്രസംഗം ഇതിൽ കിട്ടും. മാത്രം നമ്മുടെ സഭകൾ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവർ മനസ്സ് കറങ്ങിപ്പോകുന്ന ഒരു അനുഭവം, പിന്മാറിപ്പോകുന്ന അനുഭവം അധികം. സ്തോത്രം. അപ്പോൾ അവരെ കുഴപ്പമില്ല, കുറേയൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ട് നമ്മുടെ ബന്ധുക്കോസ് ലോകത്തിലുള്ള പാസ്റ്റർമാരെയും പ്രവാചകന്മാരെയും മറ്റുള്ള ആൾക്കാരെയും കൊണ്ട് കുഴപ്പം കൊണ്ടാണ് ഈ ജനം മാറി നിൽക്കുന്നത്. സ്തോത്രം. അവർക്ക് മുമ്പോട്ട് വരാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ സുശേഷം കേൾക്കാനിട്ടല്ല, താല്പര്യം ഇല്ലാഞ്ഞില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുണ്ടായ അനുഭവം ഞങ്ങൾക്കും വരുമോ എന്നൊരു സംശയം കൊണ്ട്. അതുകൊണ്ട് എന്താ മാത്രമല്ല, ഇപ്പോൾ സൂം മറ്റുള്ള അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ സഭായോഗം പോലും അതേസമയം നമുക്ക് ഇതിൽ നിന്ന് വീട്ടിലിരുന്ന് ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ കിടക്കുന്നിടത്ത് അവർക്ക് കാണാൻ സാവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് കിടന്നുകൊണ്ടാണ് സഭായോഗം പലരും കൂടുന്നത്. അപ്പം അത്രയും സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. ആണ് കർത്താനാത്മാവ് ഈ ദിവസങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ. ആ വടംവെടിയിലായിരിക്കുന്നത് ഇത് മാറില്ല. ഈ ദുരുപദേശം മാറില്ല. കാരണം 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പ്രൈസ് ലോർഡ്. അപ്പോൾ ആ ദുരുപദേശ ഭാഷ എന്നാൽ നമ്മൾ ഭാരത്തോടെ അത് പ്രാർത്ഥിക്കും. മാത്രമല്ല ഒരു ആലോചന കൂടെ ദൈവാത്മാവ് ഓർപ്പിച്ചത്, നാം ദൈവദാസന്മാരെ നമുക്ക് നൽകുന്ന ആലോചന, കർത്താവ് നൽകുന്ന ആ ആത്മഭാരം ദൈവസഭയിലേക്ക് പകരണം. പ്രൈസ് ലോർഡ്. അത് എന്നിൽ മാത്രം വെച്ച് അതിനെ ഓർത്ത് ഞാൻ എൻ്റെ കുടുംബം മാത്രം പ്രാർത്ഥിച്ചപ്പോൾ സഭയുടെ ഹോളായിക്കോട്ടെ, സഭയുടെ പണിയായിക്കോട്ടെ, ആ ഭാരം അവർക്ക് കൊടുക്കാൻ ദൈവം ഇത് ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്ന ഒരു അനുഭവം. നമ്മൾ പലപ്പോഴും പാസ്റ്റർ നമ്മൾ പല കാരണങ്ങളുണ്ട്, അത് വേറെ കാര്യം, അതും എനിക്കറിയാം. സ്തോത്രം. എങ്കിലും കർത്താനാത്മാവ് ഓർപ്പിക്കുന്നത് സ്തോത്രം, അവരെ അല്ല പൗലോസിന് ശുശ്രൂഷയല്ല തീമോഥെയോസിനെ ഉണ്ടായത്. പക്ഷെ തീമോഥെയോസിനെ പൗലോസ് ധൈര്യപ്പെടുത്തി. ഭീരുത്വൻ്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക്, ഞാൻ കൈവപ്പൻ്റെ ആണെങ്കിലും പക്ഷെ ഭീരുത്വൻ്റെ ആത്മാവല്ല ദൈവം നിനക്ക് തന്നത്, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവാണ്. എന്നിട്ടും തീമോഥെയോസ് ധൈര്യപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവാത്മാവ് തന്നെ ധൈര്യപ്പെടുത്തി, അവന് ഉറപ്പിച്ചു. അവൻ നമ്മളെ ഉറപ്പിക്കുന്ന ദൈവം. സ്തോത്രം. വായിക്കാം ഒരു അല്പസമയത്ത് വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി. ഒരു വാക്യം അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. 1 തെസ്സലോനിക്കർ 5:24. കർത്താവ് വിശ്വസ്തൻ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. ഏത് നിവർത്തിക്കും? യഥാർത്ഥമായ പൗലോസ് ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ 2ാമത്തെ വരവാണെങ്കിലും എന്നാൽ ഒന്നും കൂടെ ചിന്തിച്ചാൽ നമ്മോടുള്ള കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ നിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ആ കർത്താവ് വിശ്വസ്തനാകുന്നു. സമയം വൈകിയാൽ വർഷങ്ങളായാലും നിവർത്തിപ്പാൻ അവന് ശക്തിയുണ്ട്. സ്തോത്രം. സമയം ഒരു വിഷയമില്ല. ഇന്നലെ ഉപാസ പ്രാർത്ഥനയിൽ സൽഭാഷ അവിടെ സഭയിൽ അറിയിച്ച ദൂതായിരുന്നു. അതേ സമയം കർത്താവിൻ്റെ വിഷയം അല്ല, എത്ര സമയം വൈകിയാൽ പക്ഷെ അവൻ ചെയ്യും. നിങ്ങളെ വിളിച്ചവൻ അവനാണ് നമ്മളെ വിളിച്ചത്. കർത്താവ് നമ്മളെ വിളിച്ചത് സ്വർഗീയ വിളിയാൽ, പരമ വിളിയാൽ, അതേ ഉന്നത വിളിയാൽ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് കർത്താവിന് ഒരു ഉദ്ദേശത്തിന് വേണ്ടി ആകുന്നു. ആ ഉദ്ദേശം നിവർത്തീകരിക്കുമ്പോൾ തന്നെ എന്നെ ആക്കി വെച്ച സഭയിൽ, കൂട്ടായ്മയിൽ അവരോടുള്ള ദൂത് അല്ലെങ്കിൽ സഭയോടുള്ള ദൂത് സ്വതം ഞാൻ പൂർണ്ണമായത് അറിയിക്കണം. ആ ഭാരം അവരെ അറിയിക്കണം. ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും മാത്രം ഇന്ന് പ്രാർത്ഥിക്കാൻ ഉപവസിക്കാനല്ല, സഭ ഒന്നിച്ച് ചേർന്ന ഒരു അനുഭവം, സഭ ഒന്നിച്ചത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. കാരണം കർത്താവിനെ ഞാൻ എൻ്റെ സഭയെ പണിയുന്ന സഭ കർത്താവിൻ്റെയാണ്. അപ്പൊ കർത്താവ് നൽകിയ ദൂത് സ്വതമേ അത് ഏറ്റവും നല്ല ഉദാഹരണമായത് മോശയാണ്. മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, പക്ഷെ അവിടെ വേറെ പ്രശ്നം ഉണ്ടായത്. ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് അവൻ ഇറങ്ങി വരുമ്പോൾ, അപ്പൊ പ്രാപിച്ചിട്ടാണ് വരുന്നത്. സ്തോത്രം. നിങ്ങളും നമ്മൾ ഓരോ ദൈവസന്നിധി ഇരിക്കുമ്പോൾ കർത്താവ് നമ്മൾ സംസാരിക്കാറുണ്ട്. അത് ദൈവജനത്തോട് സംസാരിക്കുന്ന കാര്യമാണ്, അല്ലേ? ദൈവജനത്തോട് പറയേണ്ട കാര്യം. പക്ഷെ പലപ്പോഴും നമ്മൾ മാറ്റി വെക്കുന്നുണ്ടോ? കാരണം അത് ഉറപ്പായി ഞാൻ പറയില്ല. സ്തോത്രം. മാറ്റി വെക്കുന്നുണ്ടോ? ഞാൻ പറയേണ്ടത് പല കാരണം കൊണ്ട് മാറ്റി വെക്കുന്നുണ്ട്. സ്തോത്രം. കാലം ഇങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പലരും നമ്മൾ പക്ഷെ മാറ്റി വെക്കാതെ മോശ എല്ലാം അത് അറിയിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്തു? ജനം അപ്പോഴത്തേക്കും കറങ്ങിപ്പോയി. അവരവിടെ ലൗകികമായ കാഴ്ചപ്പാടിലേക്ക് അവരെ കൊണ്ടുപോയി അഹ്റോൻ. സ്തോത്രം.
എന്ത് സംഭവിച്ചു? ലഭിച്ച വചനങ്ങൾ അത് പറയാതെ പോയി. പിന്നെ വീണ്ടും അധ്വാനിക്കേണ്ടി വന്നു. ആർക്ക്? മോശയ്ക്ക് അധ്വാനം ഉണ്ടായിരുന്നു, ദൈവത്തിന് അധ്വാനം ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ അങ്ങനെയല്ലാതെ കർത്താവ് ഞാൻ അത് നിങ്ങളെ വിളിക്കുന്നത് വിശ്വസനാകുന്നു. ഏത് കഷ്ടതയായാലും പ്രയാസമായാലും ദുഃഖമായാലും അതിന് മധ്യത്തിൽ നമ്മളെ അത് ഇന്നയോളം നമ്മളെ ഒരുമിച്ച് കർത്താവ് ഉള്ളങ്കയിൽ വഹിച്ച് അതേ ഈ വേലകൾ ഇത്രത്തോളം ചെയ്യുവാൻ കർത്താവ് സഹായിച്ച് വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് വിശ്വസനാകുന്നു. സ്തോത്രം. മാത്രമല്ല അവിടെ പറയാണ് നിങ്ങളെ വിളിച്ചവൻ അവൻ വിശ്വസനാകുന്നു. അത് അവൻ നിവർത്തിക്കും. അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. തന്നെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സകല അതേ സ്വതം അതേ വാഗ്ദത്തങ്ങളും അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞ എല്ലാ സകല വെളിപ്പാടും ദർശനം എല്ലാം കർത്താവ് നിവർത്തിച്ചു. അപ്പം തന്നെക്കുറിച്ച് കർത്താവ് ചെയ്തുവെങ്കിൽ തൻ്റെ സഭയെക്കുറിച്ച് എത്രത്തോളം ചെയ്യാതിരിക്കും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷെ ഒന്നുണ്ട് ദൈവമക്കളെ, കർത്തദാസന്മാരെ കുടുംബങ്ങളെ, സ്തോത്രം, കർത്താവിന്റെ ആത്മാവ് ഇന്നും ഓർപ്പിക്കണം. നമ്മൾ പാടിയ പാട്ടെല്ലാം അത് നമുക്ക് എത്തോളം നാടുണ്ട്. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പേ കർത്താവിന് ഒരു പണിയുണ്ട്. അത് നമ്മളെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തി അവനെ കർത്താവിന് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു ആയുധമാക്കി തീർക്കണമെങ്കിൽ കഷ്ടത വേണം. കഷ്ടത ഇല്ലാതെ സംഭവിക്കില്ല. ഏറ്റവും നല്ല ഉദാഹരണം എബ്രായ ലേഖനം അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ് 5:8 പറയുന്നത്. എബ്രായർ 5:8. ഞങ്ങൾ രണ്ടുപേരും ബൈബിൾ കൊണ്ടുവന്നില്ല, കാരണം പ്രവർത്തനം ആയതുകൊണ്ട് ഞാനത് കടമെടുത്തതാണ്. പക്ഷേ ബൈബിൾ എടുക്കാം. പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം എടുക്കാം. കാലാവസ്ഥകളായതുകൊണ്ടും അധികം പ്രവർത്തനങ്ങൾക്ക് മുമ്പ് ബൈബിൾ എടുക്കാറില്ല. പിന്നെ കൊച്ചു ബൈബിൾ ഉണ്ടെങ്കിലേ ഉള്ളൂ അത് എടുക്കാറുള്ളൂ. അത് 1-2 എടുക്കുകയുള്ളൂ. വേറെ പക്ഷേ ഞങ്ങൾ കുറച്ച് ട്രാക്റ്റൊക്കെ കൊണ്ടുവന്നിട്ടാണ്. ഈ ട്രാക്റ്റിവിടെ കുറവ്. വേറെ 1-2 പ്രവർത്തനം പോയപ്പോൾ ട്രാക്റ്റ് കുറവായിരുന്നു. അപ്പോൾ പാസ്റ്റർമാർ പിശുക്കി വീട് വിസിറ്റിംഗ് പോകുമ്പോൾ കൊടുക്കണ്ടേ? ഇത് പിശുക്കി ഒരു വീട്ടിൽ 2 ആൾക്ക് അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിലും 2 തരത്തിലുള്ള ആൾക്കാർ ഒരു വീട്ടിൽ ഉള്ളപ്പോൾ 2 പേർക്കും കൂടി നിങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. ഞാൻ പാസ്റ്ററോടെ ഇറങ്ങിയിട്ട് ചോദിച്ചു, പാസ്റ്റർ അങ്ങനെ എങ്ങനെ? ഒരു വീടിൻ്റെ ഉടമസ്ഥൻ, മറ്റേത് അയൽവാസി. അവർ ഇങ്ങനെ അയൽവാസിയാണ്. അപ്പോൾ കാണാൻ വന്നപ്പോൾ 2 പേരും അവിടെ വെച്ച് ആ വീട്ടിൽ പരിചയപ്പെട്ട് ട്രാക്റ്റ് കൊടുത്തപ്പോൾ പാസ്റ്റർ കാരണം ഈ ട്രാക്റ്റില്ല, 5-8 10-20 ഉള്ളൂ. അത് കൊടുത്ത് 2 ആക്കും. നിങ്ങൾ 2 പേരും കൂടി മാറി മാറി വായിച്ചാൽ നമ്മുടെ ലേഖനത്തിൽ പറഞ്ഞ പോലെ ലവോദിക്കക്കാർക്ക് നിങ്ങളും വായിക്കുക, അവരുടെ ഉള്ളത് നിങ്ങളും വായിക്കുമെന്ന് പറഞ്ഞാലേ മാറി മാറി വായി. ഞാൻ ഇറങ്ങുന്നത് പാസ്റ്റർ ഇത്രയും പിശുക്കെന്താ ഇത് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. എൻ്റെ കയ്യിൽ അന്നൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ കുറച്ച് കൊണ്ടുവന്ന് പിച്ചപ്പഞ്ഞടുത്ത് ഇന്നലെ പോയി മേടിച്ചു. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം കൊണ്ടുവന്ന് ബൈബിൾ കൊണ്ടുവന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാലും കർത്താവ് സഹായിക്കട്ടെ. വായിച്ചോ വാക്യം. പുത്രനെങ്കിലും പൗലോസ് ആത്മാവിൽ തന്നോട് ദൈവാത്മാ പറഞ്ഞ് എഴുതിച്ച കാര്യം താൻ പറയാണ്. പുത്രനെങ്കിലും ദൈവത്തിന് പുത്രനായ യേശുക്രിസ്തു ആയിട്ടും എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. പ്രൈസ് ദി ലോർഡ്. വാക്യം പറയുന്ന പൗലോസ് ആത്മാവിൽ പറയാണ് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. മറു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അത് തെറ്റായി ധരിക്കല്. എല്ലായിടത്തും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ അനുസരണക്കേട് ആണോ കർത്താവ് കാണിച്ചത്? അനുസരണം കെട്ടവനായിരുന്നോ? അല്ല. പക്ഷെ കഷ്ടങ്ങൾ കൂടിയാണ് അനുസരണത്തിൽ തികഞ്ഞവനായത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നായകനായ നമ്മുടെ വിളി കർത്താവായ ക്രിസ്തു അങ്ങനെ തികഞ്ഞവനായെങ്കിൽ കഷ്ടത നാം എത്രത്തോളം അനുഭവിക്കണം? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ദാവീദ് രാജ സംഗീതത്തിൽ പറയുന്ന പോലെ ഞാൻ കർത്താവിനായി ഞാൻ കാത്തിരുന്നു. അപ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് അബ്രഹാം പിതാവിന് ഉണ്ടായത് 25 വർഷമാണ്. 25 വർഷം കാത്തിരുന്നു. അപ്പോൾ 2 കാത്തിരിപ്പ് 50 വർഷം. അത്രയും കർത്താവ് നിർത്തലേ എന്ന പ്രാർത്ഥന. 50 വർഷം വേണ്ട, അതുപോലെ 25 വർഷം. അപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി 25 വർഷം കാത്തിരുന്നു. നിന്ന പരിഹാസം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സെക്ഷനിൽ നിന്ന് പാസ്റ്റർമാർ പറയും, സെക്ഷൻ പാസ്റ്റർ പറയുമായിരിക്കും, പാസ്റ്റർ എല്ലാം പറയാം സെൻറ്റർ. കാരണം ഞാനും കുറച്ച് നാൾ പ്രസ്ഥാനം കൂടെ IPC കൂടെ നിന്നിട്ടുണ്ട്. AG സ്ഥാനപ്പെട്ടു. പക്ഷേ ആ കാര്യങ്ങൾ നമുക്കറിയാം. കുറേ വർഷങ്ങൾക്ക് ശേഷം 10-15 വർഷം ശേഷം ഒരു മാസമൊക്കെ നിങ്ങളുടെ അവിടെ കൂടിയത്. സ്തോത്രം. അതുപോലെ ഇങ്ങനൊരു മീറ്റിംഗ് പ്രവർത്തനം വെച്ചിട്ട് പിന്നെ മുടക്കി. ഞാൻ പ്രവർത്തനങ്ങൾ കുറേ നാളെ പോകാറില്ല. പോകാൻ തന്നെ ഞാനുണ്ട് ഭാര്യ മാത്രം പോകും. അപ്പോൾ അത് ഒഴിവാക്കി. അങ്ങനെ പലതും. അപ്പോൾ 10-15 വർഷം ശേഷം പക്ഷേ ഇങ്ങനെ പ്രവർത്തനമില്ലാതെ പ്രാർത്ഥനയും പിന്നെ എന്നോട് പാസ്റ്റർ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് മടിച്ചു. പിന്നെ സ്തോത്രം കുഴപ്പമില്ല പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കർത്താവ് കൊണ്ടുവന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു. അപ്പോൾ അവിടെ പറയുന്ന അബ്രഹാം അത്രയും ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ കഷ്ടത തനിക്കുണ്ടായിരുന്നു. മാനസികമായി ശാരീരികമായി താനും അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു അവിടെ പൗലോസ് പറയുന്നത് അവൻ ഈ കഷ്ടങ്ങൾ കൂടി തികഞ്ഞവനായി തീർന്നു. എന്തിനു വേണ്ടി? വായിച്ചോ. തന്നെ ഏവർക്കും അവ തന്നെ അനുസരിക്കുന്ന ഏവർക്കും, അതായത് പാസ്റ്റർമാരായാലും സംഘ പാസ്റ്റർമാരായാലും വിശ്വാസിയായാലും അല്ലേ, തന്നെ അനുസരിക്കുന്ന ഏവർക്കും
കർത്താവ് ഒരു മാതൃക കാണിച്ചത് എന്താണ്? ഈ കഷ്ടങ്ങൾ കൂടി മാത്രമേ തികവ് വരത്തുള്ളൂ. അത് ഓരോരുത്തർക്കും ഒരു രീതിയിലാണ്. സ്തോത്രം. ചിലർക്ക് എല്ലാം കൂടി വരും, എല്ലാ വിഷയങ്ങളും വരും. പക്ഷേ അതിൽ കൂടി വിശ്വസനായ കർത്താവ് നമ്മളെ കരകയറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. അവൻ നമ്മളെ വെറുതെ വിടുകയല്ല, കൈ പിടിച്ച്. അത് മോശ ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം പറഞ്ഞ പോലെ, ഒരു പിതാവ് തന്നെ മകന്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ 40 ലക്ഷം ദൈവജനമേ, 40 ലക്ഷം ദൈവജനമേ, അവരോട് പറയാൻ നിങ്ങൾ നോക്ക്, നിങ്ങൾ നടന്ന സകല വഴികളിലും, നിങ്ങൾ കഴിഞ്ഞ നാളുകൾ നടന്ന ഈ 40 വർഷവും എല്ലാ വഴിയിലും ദൈവം നിങ്ങളെ ഒരു പിതാവ് തന്നെ മകന്റെ കൈ പിടിച്ച് നടത്തി. ഒറ്റയ്ക്ക് വിട്ടില്ല. സ്തോത്രം. ഉള്ളം കൈ താൻ വഹിച്ചു. ദൂതന്മാരെ കാവൽ തന്നു. അതേസമയം ജീവന്റെ മന്നാവൻ തന്നു, ജീവന്റെ വെള്ളം നിങ്ങൾക്ക് തന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ അത് മനസ്സ് തിരിയുമായിരുന്നു അല്ലേ? അത് പുറകോട്ട് തിരിയുന്ന അനുഭവം ഉണ്ടായിരുന്നു. മാത്രം ജാതികൾ കാണുമ്പോൾ അതുപോലെ ആകണം, മറ്റുള്ളവരെ പോലെ ആകണം, ആ സഭയെ പോലെ ആകണം. പലരും നമ്മോട് ഇന്ന് ചോദിക്കുന്നത്, ആ വലിയ സഭ ഞാൻ പേര് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കുക, ടിനു ജോർജിൻ്റെ സഭ അങ്ങനെയാണല്ലോ അവ നടക്കുന്നത്, അല്ലെങ്കിൽ ഇയാൾ സ്തോത്രം എന്താ നിങ്ങാട്ടെ ഓക്കെ, നമുക്ക് അങ്ങനത്തെയുള്ള ആൾക്കാരുടെയൊക്കെ സഭകൾ അങ്ങനെയാണല്ലോ, വലിയ അത്ഭുതം അടയാളം അവിടെ എന്നും നടക്കുന്നു. ഞാൻ പിന്നെ എന്നും നടക്കുന്നത് ബൈബിളിനകത്ത് ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ പോലും പൗലോസ് പോലും എന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ട് ആവശ്യത്തിന് വേണ്ടി ചെയ്തു. അല്ല, യേശുക്രിസ്തു എത്ര മരിച്ചവരെ ഉയർപ്പിച്ചു? എന്നും ഉയർപ്പിച്ചില്ല. സ്തോത്രം. ആ ഉയർപ്പിച്ചവർ മരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ ഇന്നും കാണണം. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് ഓർപ്പിച്ചൊരു കാര്യം, ഞാൻ ചിന്തിച്ചൊരു കാര്യം, പഴയ നിയമത്തിൽ ഇതിലും കൂടുതൽ അത്ഭുതം നടന്നിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചു ദൈവം, യേശുക്രിസ്തു അല്ല. പഴയ നിയമത്തിൽ ഒറ്റ വീട്ടിൽ ഒരു കുടുംബത്തിൽ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. സ്തോത്രം. ഇയ്യോബിന് മക്കൾ 10 പേര് മരിച്ചു. അത്രയും കർത്താവ് അവർ വീണ്ടും ജനിക്കുകയും ചെയ്തു, അത് ജീവിച്ചു അല്ലേ? അവിടെ ഒരു പക്ഷെ അത്രയും കർത്താവ് പോലും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്ഭുതം അടയാളം കൊണ്ടല്ല, നിത്യജീവൻ കർത്താവും അതേ തന്ന നിത്യജീവന് വേണ്ടി അല്ലെ അതിനുവേണ്ടി ഓടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പൗലോസ് ഈ കാര്യം പറയുമ്പോൾ തൻ്റെ ശരീരത്തിൽ, തൻ്റെ ജീവിതത്തിൽ ഓരോ സമയങ്ങൾ താൻ എവിടെയൊക്കെ പോയോ തനിക്ക് കഷ്ടമുണ്ടായി. ഞാൻ ആദ്യം ചിന്തിച്ചല്ല താൻ എഫെസോസിൽ ചെന്നപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ. അല്ല, പൗലോസും പറയാനുള്ളത് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന് 2-ാം വാക്യം. 1 തെസ്സലോനിക്കർ 2:2. 1 തെസ്സലോനിക്കർ 2:2. നിങ്ങൾ അറിയും പോലെ തുടക്കം നിങ്ങൾ അറിയും പോലെ ഞാൻ 1 തെസ്സലോനിക്കർ 2:2 സോറി. പൗലോസ് ദൈവസഭയോട് പറയാണ്, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫിലിപ്പിയിലെ കഷ്ടം അനുഭവിച്ചു, അപമാനം അനുഭവിച്ചു. എന്നിട്ടോ അതുകൂടാതെ ഇവിടെ വന്നപ്പോൾ ഒരു ആശ്വാസം ലഭിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ തെസ്സലോനിക്കയിൽ വന്നപ്പോൾ അവിടെയും ഇത് തന്നെ, ഒരു മാറ്റവുമില്ല. സ്തോത്രം. അത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷെ അവിടുത്തെ കഷ്ടങ്ങളിലും ഇവിടുത്തെ കഷ്ടങ്ങളും ഉപദ്രവങ്ങളെല്ലാം സഹിപ്പാൻ കൃപ അവൻ ഞങ്ങൾക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഞങ്ങൾ ഉള്ളം കയ്യിൽ വഹിച്ചു. അത് ഈ ജനം കാണുകയെ കർത്താവ് ചില പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നാം സഹിക്കുന്നത്, അതേ സഹിഷ്ണുത തന്നെ ഏറ്റവും വലിയ, അതേ കർത്തദാസന്മാരുടെ കുടുംബങ്ങളെ ഏറ്റവും വലിയ കാര്യമാണ് സഹിക്കുക എന്നുള്ളത്. സ്തോത്രം. സഹിക്കുക, നമ്മുടെ കഷ്ടങ്ങൾ സഹിക്കുക, രോഗം സഹിക്കുക, നിന്ന സഹിക്കുക. അതേ എന്തിനാണ്? അവനോട് കൂട്ട് ആളിയായി തീരാൻ വേണ്ടി. സ്തോത്രം. അവനോട് ആ കൂട്ട് അവകാശം കർത്താവ് ചെയ്ത പോലെ ഇതെങ്കിലും ഞാൻ അനുഭവിക്കണ്ടേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മമ്മിക്ക് സ്തോത്രം. 14 വർഷം മമ്മി ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. പക്ഷേ ഒന്നും കർത്താവിന്റെ കൃപയാൽ, കർത്താവിന്റെ കൃപയാലും മറ്റനേക ദേവദാസന്മാർ ദൈവമക്കളെ പ്രാർത്ഥനയാൽ 14 വർഷം മമ്മി ചികിത്സ ചെയ്തില്ല. മമ്മിയുടെ ആ രൂപം ഞാൻ കാണുന്ന കല്യാണത്തിന് ശേഷം മമ്മി മരിക്കുന്ന തലേ ദിവസം ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ മമ്മി പറഞ്ഞു. കാരണം അത്രയും മമ്മി ക്ഷീണിച്ചു പോയി. അതിൻ്റെ തലേ ആഴ്ച വരെ മമ്മി ലേഡീസ് മീറ്റിംഗ് നടത്തിക്കൊണ്ടു. മമ്മിയുടെ കൂടെ 14 വർഷം മമ്മിയുടെ കൂടെ ഇരുന്ന് ആത്മാവിനെ ആരാധിച്ച് പ്രവാചകിമാർ പോലും അവർക്ക് അറിയില്ലായിരുന്നു ഇതിന് അതിൻ്റെ അവസ്ഥ. സ്തോത്രം. ഒരു ഫ്ലവർ പൂ പൊട്ടി വിരിഞ്ഞ പോലെ ആയിരുന്നു അനുഭവം. ഞാനും ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ എന്നാണ് കാണുന്നത്. പിന്നെ മമ്മി കർത്താവ് സഞ്ചാരിക്കപ്പെടുകയാണ്. സൗഖ്യം കർത്താവ് കൊടുത്തില്ല. മമ്മി തന്നെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ, എൻ്റെയും റെനിയുടെയും ഞങ്ങൾക്ക് മക്കളുണ്ടാവും. ആ മകനുണ്ടാവും. ആ മകനെ മമ്മി എടുത്തുകൊണ്ടിരിക്കുന്ന ദർശനം മമ്മിക്ക് തന്നെ ദൈവാത്മാവ് കൊടുത്തു. പക്ഷേ നിവൃത്തിയായില്ല. പ്രൈസ് ദി ലോർഡ്. വചനം അവിടെ കിടപ്പുണ്ട്. കാരണം പലരും അവരെല്ലാം അബ്രഹാം, ഇസാക്ക്, യാക്കോബ് പിതാക്കന്മാരെല്ലാം അവർ ആ ദർശനം അല്ലെങ്കിൽ സ്വർഗീയമായ ദർശനം പ്രാപിച്ചു. പക്ഷേ നിവൃത്തിയായില്ല.
ഈ ലോകത്ത് അവർ അവിടെ എവിടെ നിൽക്കുന്നോ ആ ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. പക്ഷെ അത് അവർ പ്രാപിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ അതേ സ്വന്തം വാഗ്ദത്തമാണ്, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു, ഒരിക്കലും ഞാൻ വേഗം വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളൂ. സ്വോത്രം. അതിലേക്ക് അതേ സ്വതന്ത്ര അത് ജീവിതങ്ങൾ ഒരുക്കുവാൻ കർത്താത്മാവ് നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്തിട്ട് ഒരു വാക്യം കൂടി സ്വോത്രം. അതേ പൗലോസ് അവിടെ ഓർപ്പിക്കുന്ന കർത്താവ് താൻ തന്നെ അത് പറയുന്ന പോലെ, അത് ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ടെന്ന് ധൈര്യപ്പെടി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്വോത്രം. കഷ്ടങ്ങൾ കൂടി കടന്നുപോയി നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ന്റെ 11-ാം വാക്യം. യെശയ്യാവ് 53-ന്റെ 11-ാം വാക്യം. യെശയ്യാവ് 53-ന്റെ 11. യഹോവ നിങ്ങളെ 58-ന്റെ 11. 58-ന്റെ 11. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയാകും. സ്വതം. കർത്താവിനെ കുറിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അതേ സ്വന്തം വെളിപ്പാട് പ്രാപിച്ച് യെശയ്യാപ്രവാചകൻ പറയുകയാണ്, തൻ്റെ ജീവിതം അത് അനുഭവിച്ചു. എന്താണ് സ്തോത്രം? അല്ലെ, യഹോവ നിങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നത് പൗലോസ് പറയുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ജയോത്സവമായി തന്നെയാണ് നടത്തിക്കൊണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ അല്ല എന്നുള്ളൂ. സ്തോത്രം. താവ് ആഗ്രഹിക്കുന്ന പോലെ അല്ല കർത്താവ് ജയോത്സവമായി നടത്തുന്നത്. കന്യ ആരെങ്കിലും തന്നല്ലോ. കർത്താവിന് വാഗ്ദത്തം അധികമല്ല. കർത്താവ് പറഞ്ഞ അന്നുള്ള ആഹാരമാണ്. യേശുവിനെ പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ചത് അന്നുള്ള ആഹാരം. പക്ഷെ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ട്. സ്തോത്രം. അപ്പോൾ കർത്താവിന് വിശുദ്ധ കന്യയാണെങ്കിൽ ഞാൻ തന്നു. ആ കന്നിയിൽ വ്യാപരിക്കുന്ന നീ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, അതേപോലെ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ട്. ആ ഭാരത്തിൽ പ്രയാസത്തിൽ കർത്താവ് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, എല്ലാത്തിനും സ്തോത്രം ചെയ്യണം പൗലോസ് പറയുമ്പോൾ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുമ്പോൾ ഈ ഭക്ഷണത്തിന് കഞ്ഞിക്ക് വേണ്ടി ഞാൻ, എനിക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അതേസം വേലയിൽ അതേസം നിങ്ങൾ കഷ്ടപ്പെടുന്ന എല്ലാ അനുഭവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ അതിന് ആവശ്യമുള്ള ആരോഗ്യം പറയാം, നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നിനക്കും അത് തലമുറയ്ക്കുള്ള ആവശ്യമുള്ള അസ്ഥിബലം ഞാൻ തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള സമാധാനം ഞാൻ തരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ലോകം തരുന്ന സമാധാനമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ഏത് സമാധാനം? ഞാൻ കാൽവരി ക്രൂശിൽ ആ വേദന സഹിച്ചപ്പോൾ അതേ സകല ജനത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പിതാവെ, അവർ ചെയ്യുന്ന എന്തെന്ന് അറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കാനുള്ള സമാധാനം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഏറ്റവും വലിയ സമാധാനം. അത്രയും വേദന നമ്മുടെ കർത്താവ് സഹിച്ചപ്പോൾ ദൈവമക്കളെ, കർത്താസ്മാരുടെ കുടുംബങ്ങളെ, അത്രയും വേദനയും കർത്താവ് പറയുകയാണ്, അത് നിങ്ങൾക്ക് സമാധാനം. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. പിതാവെ, അവരോട് ക്ഷമിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ അത് നമുക്ക് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സക്കറിയാവ് അതേ മക്കളില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റു മക്കളുള്ള കുടുംബങ്ങളെ നോക്കി താൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവദാസന് കടമയെ കർത്താവ് ആക്കി വെച്ച ശുശ്രൂഷയാ, കൃപയാ. കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ, പലയിടത്തും പറയുന്ന കാര്യം, ക്യാൻസറുള്ള ഒരു വിശ്വാസിക്ക് മാത്രമേ ധൈര്യമുള്ളൂ ഏത് മനുഷ്യനും പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. ക്യാൻസർ രോഗി 14 വർഷം ക്യാൻസർ രോഗിയ മമ്മി, അത് മറ്റനേക ക്യാൻസർ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മമ്മിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, കർത്താവ് കൊടുത്തവർക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാത്രമേ ഉള്ള ആ ധൈര്യം ലഭിക്കും, നമുക്ക് മാത്രമേ ബലമുള്ളത്. സ്തോത്രം. കാരണം എന്താണ്? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമങ്ങൾ എവിടെ നിന്ന് പറയാനുള്ള ധൈര്യം ഒരു ദൈവദാസന്റെ കുടുംബത്തിനും ഒരു ദൈവമകന്റെ ഒരു ദൈവ പൈതലിന്റെ കുടുംബത്തിനും മാത്രമുള്ളൂ ആ ധൈര്യം ദൈവാത്മാ നൽകിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഏത് വിഷയം ധൈര്യത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ നമുക്ക് കർത്താവ് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. കഷ്ടമുണ്ട്, സ്തോത്രം. അതേ അവസ്ഥകൾക്ക് അതേ മാറ്റം വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയാം. പക്ഷേ അത് ആത്മാക്കൾ നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ, ഒരു ആത്മാവ് പോലും ഇനി വന്നില്ലെങ്കിലും മുന്നോട്ട് ഇതുപോലെ തന്നെ അത് ബലത്തോടെ ആത്മാവിൻ്റെ ശക്തിയിൽ പോകാൻ, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ, ഉപവാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കർത്താവ് ആത്മാവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമില്ല, വലിയ ആൾക്ക് നമ്മുടെ ഇപ്പോൾ പ്രവർത്തനം കൊണ്ടുള്ള വലിയൊരു അത്ഭുതം നടക്കുന്ന സംഭവമല്ല. ഉപരിയായി കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഇതേപടി നാം ആളില്ലാണ്ടും അത് അവിടെ എത്തിയാൽ കർത്താവ് ചോദിക്കാൻ പോകുന്നത് ആത്മാക്കൾ എവിടെയെന്ന് മാത്രമല്ല, ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷ നീ അവിടെ ഓരോ വെള്ളിയാഴ്ച ഞായറാഴ്ചയും ഇരുന്ന് ചെയ്തോ ഇല്ലയോന്ന്, അല്ലേ? അവിടെയാണ് അനുസരണം വരുന്നത്. നമ്മുടെ സഭകൾ പറഞ്ഞു, കർത്താവ് വെള്ളിയാഴ്ച ഞായറാഴ്ച ഒന്നും കർത്താവ് പറഞ്ഞില്ല. നമ്മുടെ സഭകൾ വെച്ച പ്രാർത്ഥനകളാണ് ഇനി ഞായറാഴ്ച വേണം എന്നുള്ളൂ. വെള്ളിയാഴ്ച ബുധനാഴ്ച ഏത് ദിവസം ഇട ദിവസം വെച്ചാലും വെച്ചാൽ കർത്താവിന് വിഷയമില്ല. പക്ഷെ കർത്താവ് തന്ന കൽപ്പനയുണ്ട്, നിങ്ങൾ ചിലർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിച്ച്, ആ സഭായോഗം ഞായറാഴ്ച അല്ല. അപ്പോൾ ഏത് കൂട്ടായ്മ വെച്ചാലും നാം ഉത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും പലയിടത്തും പോകുന്നതുകൊണ്ട് പാസ്റ്റർമാർ പറയാത്തൊരു കാര്യം കൂടി, ജോലിയുള്ളവർ ജോലിക്ക് പോയിക്കോ, പഠിക്കുന്നവർ പഠിക്കും, പിന്നെ ആരുണ്ടാവുന്നത്? അതുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ അപ്പച്ചന്മാരും അമ്മച്ചിമാർ മാത്രമേ ഉള്ളൂ. ഏതായാലും PG സഭയിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരില്ല.
തലനിറച്ചതായിട്ട് ആരും കണ്ടില്ല അവിടെ. ഒരു മീൻസ് അത്രയും പ്രായമുള്ള 60 മേളിലൊന്നും ഇല്ല ഞാൻ ആ വെള്ളിയാഴ്ച വരാൻ വേണ്ടി. ചെറുപ്പക്കാർ ഓർത്ത് ഞാൻ ചെറുപ്പക്കാരനെ 60 താഴെയുള്ളവർക്കായി ഞാൻ ദൈവത്തിൽ ബാക്കി എല്ലായിടത്തും പോയാൽ തല നിറച്ചുള്ളൂ. അപ്പോൾ ആ അവസ്ഥ വന്നു. എന്തിനാ എന്നോട് പറഞ്ഞിട്ട് പാസ്റ്റർമാരെ മക്കൾ അല്ലെങ്കിൽ പാസ്റ്റർമാർ തന്നെ പറഞ്ഞു, പാസ്റ്ററെ നമ്മുടെ കുടുംബ പ്രാർത്ഥന വെച്ച് അത്രയും സമയം കൊച്ചിന് പോകില്ലേ, അപ്പോൾ അവൾക്ക് നാളെ പരീക്ഷയാണ്, അവൾക്ക് നാളെ അവന് നാളെ പരീക്ഷ. അപ്പോൾ പ്രാർത്ഥന വെച്ച് കുടുംബ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സഭയിൽ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. അത് ഗസ്റ്റിന് വിളിച്ചിട്ടുണ്ട്, പൈസയും കൊടുക്കണം, ഭക്ഷണവും കൊടുക്കണം, ഗസ്റ്റും വന്നിട്ടുണ്ട്. പക്ഷേ പാസ്റ്ററിൻ്റെ മക്കൾ നമ്മളായതുകൊണ്ട് പറഞ്ഞു. ചില സ്ഥലത്തൊക്കെ ഞാൻ അല്ലാതെ പറയാനുണ്ട് കേട്ടോ. കാരണം അവർക്കറിയാം, ദൈവമക്കൾക്ക് അറിയുന്ന കാര്യം, പിന്നെ നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. അപ്പോൾ ആ വിശ്വാസക്കുറവ് നമുക്ക് വന്നു. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ മക്കളും വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം കൂടി വരുന്ന സഭായോഗം, സഭയിലുള്ള രജിസ്റ്ററിൽ ഓരോ പേരുള്ള ഓരോരുത്തരും വന്നാൽ ആണ് കർത്താവ് കണക്കാക്കുന്നത്. എൻ്റെ കണക്കിൽ എന്താ 50 പേരിൽ 10 പേര് വന്നാൽ എനിക്ക് സന്തോഷം. 10 പേരെങ്കിലും വന്നല്ലോ, അത് ഞായറാഴ്ച ആയാലും. പക്ഷെ കർത്താവിന് കണക്കിൽ കർത്താവ് എന്നോട് ചോദിക്കാൻ പോകുന്ന രാകേശൻ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ഈ പട്ടിക്കാട് സഭയിൽ 50 പേരുണ്ട്. 50 പേരിൽ സ്വത്രം സെപ്റ്റംബറിൽ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർ വെള്ളിയാഴ്ച പകൽ വന്നു, എത്ര പേർ വെള്ളിയാഴ്ച വൈകിട്ട് വന്നു, എത്ര പേർ ശനിയാഴ്ച പകലും വൈകിട്ടായിട്ട് വന്നു എന്ന് കർത്താവ് എന്നോട് ചോദിക്കാതിരിക്കുമോ? അവൻ വിശ്വസനാണെങ്കിൽ ആ വിശ്വസ കർത്താവ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. മോശ തൻ്റെ സകല ഗ്രഹത്തിൽ നിന്നും അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കോലെടുത്ത് വെക്കണമെങ്കിൽ മോശ ചോദിക്കുകയാണ് ദൈവത്തോട്. മാത്രമല്ല ദൈവം പറഞ്ഞ നീ ഇത് വലത്തോട്ട് വെക്കണം ഇടത്തോട്ട് വെക്കണം എന്ന് പറയുമ്പോൾ അത് ചെയ്തു. മോശ അതുപോലെ ചെയ്തു എന്ന് ആവർത്തന പുസ്തകം താൻ തന്നെ എഴുതാണ്. യഹോവയായ ദൈവം പറഞ്ഞു, മോശ അതുപോലെ ചെയ്തു. അത് കർത്താവിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ എല്ലാവരെയും അതിനുവേണ്ടി സഹായിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്ത് ഈ പ്രവർത്തനമെല്ലാം ഇവിടുത്തെയും ഒരു അവസ്ഥ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ അവസ്ഥയുടെ പ്രശ്നമൊന്നും അല്ലെങ്കിൽ ദേവദാസിൻ്റെ പ്രശ്നമൊന്നുമല്ല. സ്വത്രം ഒരു വിഷയം അത് ഒരു വിധത്തിൽ ആയാലും ഇല്ലെങ്കിലും കർത്താവിന് അല്ലെങ്കിൽ ഓർപ്പിക്കാനുള്ള ഞാനും വിശ്വസിക്കുന്നത് ഒന്ന് പിശാചിനെ തടസ്സം ശക്തിയോടുണ്ട്. വെളിപ്പാട് 12:12 പറയുന്ന പോലെ അവൻ്റെ സമയം, പിശാചിൻ്റെ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അറിഞ്ഞ് അവൻ ശക്തിയോടെ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഏത് മഹാക്രോധത്തോടെ ഈ ദേശത്താണ് ഇറങ്ങി. കാരണം ഒരു നാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സത്യസുവിശേഷം അറിയിച്ചു. അത് പൊളിക്കാൻ വേണ്ടി, അത് ഇല്ലാതാക്കാൻ വേണ്ടി, ആ ഇട്ട മുട്ട് അത് വളരാതിരിക്കാൻ വേണ്ടി. പക്ഷേ കർത്താവിന് പറയാൻ യശയ്യാവിൽ പറഞ്ഞ പോലെ സ്വത്രം അല്ലെങ്കിൽ ഉണങ്ങിയ അത് വരണ്ട ദേശമാണെങ്കിലും ആ വരണ്ട ദേശത്ത് നിന്ന് ഞാൻ എൻ്റെ മകനായ പുത്രനായ യേശു ക്രിസ്തുവിനെ അവൻ ഇളയ തൈ പോലെ ദൈവം അവനെ വളർത്തുമാറാക്കിയെങ്കിൽ അത് കർത്താവ് അറിയാത്ത അതേ ഈ ലോകത്തിൽ വന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിന് കഷ്ടങ്ങൾ സഹിച്ച് അവൻ അവിടെ വളർത്തിയെങ്കിൽ പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് പറയാനുള്ളത് വരേണ്ട ദേശമാണെങ്കിലും അന്ന് എൻ്റെ ദാസിയെ നീ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട, അതെ വളർത്തുമാറാക്കുന്ന ഞാനുണ്ട്. പ്രൈസ്. പക്ഷെ എന്ത് ചെയ്യണം? ആരോ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു ആ ഗോതമ്പ് മണി നിലത്ത് വീണെന്ന് ചാകുമ്പോൾ അത് വളരെ ഫലം കൊടുക്കും. കർത്താവിൻ്റെ ആത്മാവ് അത് ആഗ്രഹിക്കുന്ന കർത്താവ് ചെയ്യും. ഒന്നെങ്കിൽ എൻ്റെ മരണമോ അല്ലെങ്കിൽ കർത്താവിന് വരവ് ഏതാദ്യം സംഭവിച്ചാലും അതിന് മുമ്പേ കർത്താവ് ചില പ്രവൃത്തികൾ ഈ സെക്ഷനുകൾ ചെയ്യും എന്ന സ്വന്തം സെക്ഷനിൽ വന്ന് പരിചയപ്പെട്ട ആദ്യം പാസ്റ്ററാണ് അന്ന് മുതൽ ഉള്ള പ്രാർത്ഥനയാണ്. ഇവിടെ മാത്രമല്ല, ഏജിൽ പോയാലും IPC എവിടെയാലും കർത്താവ് എന്നോട് തന്ന ഒരു കാര്യമാണ് നീ പ്രാർത്ഥിക്കുക, നീ പോവുക, അത്രേ ഉള്ളൂ. സ്വത്രം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നീ ചെയ്യാതിരുന്നാൽ എന്നോട് ചോദ്യം ചോദിക്കുന്ന ഒത്തിരി ദിവസങ്ങൾ അങ്ങനെ പാഴായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അത് എത്ര വേണമെങ്കിൽ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ പോകാൻ ഒരു താല്പര്യം കർത്താവ് നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അതിനുവേണ്ടി ദൈവദാസന്റെ മനസ്സിന് കർത്താവ് തുറന്നു, അതേ സ്പർശിക്കുന്നു. ഞാൻ പോകുമ്പോൾ അവർ പരിചയപ്പെടുമ്പോൾ നല്ല മനസ്സോടെ സ്വീകരിക്കുവാനും സമയങ്ങൾ തരുവാനും അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ പോലെ നിങ്ങൾ വന്നോ കുഴപ്പമില്ല എന്ന് വിളിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് ഈ ദിവസം കൂടുതലായി തെരഞ്ഞോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അത് ഹല്ലേലൂയ. കർത്താവിന്റെ കുടുംബങ്ങളെ കർത്താവ് പറഞ്ഞു അവൻ സ്വന്തം നിങ്ങളെ വിളിച്ചവൻ വിശ്വസനാകുന്നു, അവന് നിവർത്തിക്കും. ഈ ദേശത്തെ പ്രവൃത്തി ആയിക്കോട്ടെ, മറ്റുള്ള സെക്ഷനിലെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അത് ദൈവദാസന്മാരെ ദൈവമക്കളുടെ അല്ലെങ്കിൽ ഭാവിയുടെ കാര്യമായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യമായിക്കോട്ടെ, അത് ആത്മാക്കളുടെ വിടലായിക്കോട്ടെ, ഏത് തന്നെ ആയാലും പ്രൈസ് ഒരു അത്ഭുത പ്രവൃത്തി സ്തോത്രം, ഒരു വാതിൽ, പുതിയൊരു വാതിൽ പ്രൈസ് ലോർഡ് ഇപ്പോൾ പോകുന്ന രീതിയിലല്ല സ്തോത്രം, ഒരു പുതിയ രീതി കർത്താവ് തുറക്കുവാൻ അല്ല അവൻ ആഗ്രഹിക്കും. എന്നാൽ അവൻ നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസത്തോടെ കൈകാര്യം ചെയ്യുവാൻ, വിശ്വസത്തോടെ പറയുവാൻ, വിശ്വസത്തോടെ പങ്കുവെക്കുവാൻ. ഹല്ലേലൂയ. ഞാനും കുറ്റക്കാരനാകുന്നു എന്നുള്ള ബോധത്തോടെ സ്തോത്രം. ഞാൻ വിശുദ്ധൻ അല്ലെങ്കിൽ പരമവിശുദ്ധനായിട്ടില്ല, ഉപരി
ഉപരിയായി ഞാൻ അല്പമാണ്, ഞാൻ കുറവുള്ളവനാണ്. പക്ഷേ എന്നെ കർത്താവ് ഏൽപ്പിച്ച ആ ആലോചന, ആ ദൂത് എന്നോട് മാത്രമല്ല, കർത്താവ് എന്നെ ബലമേൽപ്പിച്ച സഭയോടും അതേ സെക്ഷനോടുള്ള ആകുന്നു എന്ന ധൈര്യത്തോട് പറയുന്ന അനുഭവങ്ങൾ കർത്താവ് നൽകിക്കൊണ്ട് ഈ ദിവസങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ, ഈ സെക്ഷൻ അത് അനുഗ്രഹിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ദേവദാസന്മാർ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ആത്മനിറവിൽ ഹല്ലേലൂയ ഈ ദേശത്തെ കീഴടക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ അത് ഈ ദേശങ്ങൾ കീഴടക്കുന്ന അനുഭവങ്ങൾ, ഈ പീച്ചി ദേശം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പണ്ടത്തെ പോലെ വലിയൊരു പ്രവൃത്തിയിലേക്ക്, പണ്ടത്തെ പോലെ ആത്മാവിന്റെ സന്തോഷം, ദൈവ ഭയം അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി വരുവാൻ, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, അത് നമ്മുടെ കരുച്ചൽ കൊണ്ട് സ്വത്രം കർത്താവിന് വേണ്ടി ഇത് കരയുവാൻ, ഹല്ലേലൂയ കർത്താവ് ആത്മാവിന് വേണ്ടി കരയുവാൻ, ദേശത്തിന് വേണ്ടി ഇടുന്നിൽപ്പാൻ ദൈവാത്മ നമ്മളെ സഹായിക്കുന്ന അനുഭവങ്ങൾ ഓർത്ത് ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനകൾ. സ്വർഗീയ പിതാവാൻ ദൈവമേ, അപ്പോൾ ഈ ദിവസം താവേ സെപ്റ്റംബർ മാസം ഈ അവസാന ദിവസം കൃപയാൽ ഞങ്ങൾക്ക് നൽകിനായി സ്തുതിക്കുന്നു. അങ്ങയുടെ വിളി അതാവേ ഇന്നും പകലും ഞങ്ങളെ കേൾപ്പിച്ച് ഉണർത്തിയ വൻ കൃപയ്ക്കായി സ്വന്തം ചെയ്യുന്ന ഇത്രത്തോളം എങ്കിലും ആരോഗ്യബലം കർത്താവ് കൽപ്പിച്ചല്ലോ. ദൈവസ്ഥലിൽ കടന്നു നത്താവ് ഞങ്ങൾക്ക് സമയം പ്രാർത്ഥിപ്പാൻ നൽകിയ സാവകാശങ്ങൾക്കായി സ്തുതിക്കുന്ന സ്വന്തം ചെയ്യുന്ന പ്രവർത്തനമായിട്ട് നിങ്ങൾ തന്നെ കാലാവസ്ഥ താവ് പ്രതികൂല നിമിത്തം ദൈവസ്ഥലിൽ അല്പസമയം ഇരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേലും അങ്ങനത്തെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ഒരു പുതിയ പ്രവൃത്തി അങ്ങയുടെ ആത്മാവ് ചെയ്യണം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിശ്വാസനാകുന്നല്ലോ. താവേ ഈ ദേശം അതേപ്പോൾ അനുഗ്രഹിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങയുടെ ദാസൻ കുടുംബത്തെ വിളിച്ചത്. അതാവേ ഈ സെക്ഷനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണല്ലോ സെക്ഷൻ പാസ്റ്ററായി വർഗീസ് പാസ്റ്റർ കർത്താവ് ആക്കി വെച്ചത്. എങ്കിൽ താവ് ഈ സഭകൾ, ഈ ദേശങ്ങൾ, ഈ സെക്ഷൻ അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മാക്കളുടെ വിഷയം മാത്രമല്ല, സാമ്പത്തിക വിഷയം മാത്രമല്ല, ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചു, അത് വിഘ്നം കൂടാതെ സ്വത്രം അതിൽ മായം ചേർക്കാതെ, അതിൽ നിന്നൊന്നും കുറയ്ക്കാതെ ഞാൻ നിങ്ങളോട് സുശേഷീകരിച്ചു, അല്ല ഞാൻ നിങ്ങളോട് ദൂതറിയിച്ചു എന്ന താവ് ദൈവത്തിൽ നിൽക്കുമ്പോൾ നല്ലവനും സ്വത്രം വിശ്വസനായ ദാസനെ വിളിക്കപ്പെടുവാൻ ഞങ്ങൾ ഈ ദിവസങ്ങൾ കൂടുതൽ അധ്വാനിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയെങ്കിൽ ഈ ദേശം വിടുവിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ താവേ ഞങ്ങളുടെ സഭകൾ വിടുവിക്കപ്പെടുവാൻ, ഞങ്ങളുടെ താവേ സെക്ഷൻ അത് അനുഗ്രഹിക്കപ്പെടുവാൻ, മറ്റുള്ള സെക്ഷനുകൾ, മറ്റുള്ള സഭകൾ കണ്ട് അത്ഭുതപ്പെടുമാറ് പ്രൈസ് ദൈവപ്രവൃത്തി അതപ്പോൾ വരണ്ട ദേശത്ത് അതപ്പോൾ നനവുള്ള തോട്ടങ്ങളാക്കി തീർക്കുവാൻ കർത്താവിന് മാത്രം സാധിക്കുമല്ലോ. ആ അത്ഭുത പ്രവൃത്തി അതപ്പോൾ ഈ സഭയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സഭകളിലേക്ക് അതപ്പോൾ സെക്ഷനിൽ നിന്ന് മറ്റുള്ള സെക്ഷനിലേക്ക് കർത്താനാത്മ വ്യാപരിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നൽകിയ സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താസ്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. യുവദാസ്മാരോട് ആന്റിമാരോട് നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യ നിത്യ യുഗവായും സ്വർഗസിയോനിൽ കേൾക്കാരാധ്വനി ഈ പാത്തളം വിട്ട് തേജസേവമ്പുരേ ആമേ കേൾക്കാരാധ്വനി ഈ പാത്തളം വിട്ട് തേജസേവമ്പുരേ ഉടനീടുക നിജയമേടത്തു ഉടനീടുക നിജയമേടത്തു പാത്തളം വിട്ട് തേജസേവമ്പുരേ പാത്തളം വിട്ട് തേജസേവമ്പുരേ വർദ്ധിച്ചിടുന്നേ അന്നു ചെന്നു കാണുവാൻ തീയൻ പൊന്മുഖ പ്രത്യാശയെങ്കിൽ പഠിച്ചിടുന്നേ അന്നു ചെന്നു കാണുവാൻ തീയൻ പൊന്മുഖ കേൾക്കാനാൻ ഈ പാത്തളം വിട്ട് തേജസേവമ്പുരേ ആമേൻ കേൾക്കാനാ ഹല്ലേലൂയ
നമുക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അവനത് നിവർത്തിക്കുമെന്ന് ഹല്ലേലൂയ. ജീവിതാനുഭവങ്ങളിലൂടെ ശക്തമേറിയ ഒരു സന്ദേശം ഇത് പകരം ആവശ്യമായ ഒരു ആലോചന ദൈവം നമുക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദേശത്തോട് സഭയോട് കടന്നു വന്ന ദൈവദാസന്മാരായ നമ്മളോട് കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യം മുന്നോട്ട് പോകാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. ശുശ്രൂഷിച്ച ദൈവദാസനോട് ദൈവം നന്ദി അറിയിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ സെക്ഷന്റെ ചോദിക്കുന്ന ബഹുമാന ദൈവദാസൻ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കും. ദൈവത്തിൻ്റെ ജനമുള്ള നാമം ഒരിക്കൽ കൂടി മാറ്റപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിന് ഓരോ ഹിതമുണ്ട്. ഇന്നിങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഹിതമായിരുന്നു നമ്മളിങ്ങനെ കൂടി കുറച്ചു നേരം പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മൾ പ്രാർത്ഥിച്ചത് ഒരിക്കലും അത് നഷ്ടമാകത്തില്ല. അതിന് ദൈവം മറുപടി നൽകും. വിലയ്ക്കുന്നവന് ആഹാരവും കൊടുക്കുന്ന കർത്താവ് നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ച നമ്മുടെ വിഷയത്തിന് ദൈവം മറുപടി നൽകുവാൻ ശക്തനാണ്. കടന്നു വന്ന ദേവദാസന്മാർക്കും ദേവദാസന്മാർക്കും ശേഷാല രാകേഷ് പാസ്റ്ററും കുടുംബത്തിനുമൊക്കെ എനിക്ക് കൂടി നന്ദി അറിയിക്കുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു വിഷയം കൂടെ നമ്മുടെ മുറ്റത്ത് കൺവെൻഷന് നമ്മൾ ജനുവരി 8 മുതൽ ആരംഭിക്കാമെന്നാണ് ഓർത്തത്. പക്ഷേ ഒരു കല്യാണം നമ്മുടെ അൽത്താർ ചർച്ചിൽ ജനുവരി 8 നമുക്ക് ഒരു ദിവസം 9 മുതൽ. അപ്പോൾ ഇങ്ങനെ അത് പ്രത്യേകമായിട്ട് മുറ്റത്ത് കൺവെൻഷൻ നമ്മൾ എല്ലാ സഭകളിലും ഓരോ ദിവസത്തെ ഒരു കൺവെൻഷന്. കഴിഞ്ഞ വർഷം നമ്മൾ 3 ദിവസത്തെ കൺവെൻഷൻ വെച്ചു. അതും ഈ പ്രാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ദേവദാസന്മാരും കുടുംബങ്ങളും ദൈവമക്കളുമായിട്ട് പോയി നോട്ടീസൊക്കെ അടിച്ച് വീടുകളിൽ കയറി ഇറങ്ങി നമ്മളവരെ ക്ഷണിക്കും. ഒരു ദിവസത്തെ ഓരോ കൺവെൻഷന് ഓരോ ദിവസം എല്ലാ സഭകളിലും നടത്താനായിട്ടൊരു തീരുമാനം 7 കൺവെൻഷൻ അങ്ങനെ തീരുമാനിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക, പകൽ പ്രവർത്തനം, വൈകിട്ട് കൺവെൻഷന്. അപ്പോൾ ജനുവരി 8 മുതലാണ് തുടങ്ങാൻ ഇരുന്നത്. അപ്പം ഒരു കല്യാണം 8-ാം തീയതി ഉണ്ട്. പിന്നെ ആളിനെ ഒക്കെ പിന്നെ പറയാം. അവർ ആളിനെ പറയണ്ട. ഡേറ്റ് അവർ ഫൈനൽ ചെയ്തു 8-ാം തീയതി. അപ്പം നമുക്ക് അടുത്ത ദിവസം മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഓർക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. സ്നേഹവാനിത്യത്തിനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ആഗ്രഹിച്ച തീരുമാനിച്ച പ്രാർത്ഥിച്ച ഞങ്ങളുടെ ഈ പ്രവർത്തനത്തോട് വിദേശത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സഹായിച്ചു. ആമേൻ. പ്രകൃതിയുടേതായ ആമേൻ പ്രതിഭാസങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ഈ ആലയത്തില് ഞങ്ങളുടെ ദാസനോടും കുടുംബത്തോടും ഞങ്ങളുടെ സെക്ഷനുള്ള ഞങ്ങളുടെ കൂട്ടുദൈവദാസന്മാരോടും വിശേഷാല രാകേഷ് പാസ്റ്ററും കുടുംബമായിട്ട് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് അനേക വിഷയങ്ങളെ ഓർക്കുവാൻ, ഈ ദേശത്തെ പ്രവർത്തനത്തെ ഓർക്കുവാൻ, ദാസന്മാരെ ഓർക്കുവാൻ, ദൈവമക്കളെ ഓർക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ അങ്ങേക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് ആമേൻ സ്തോത്രവും മഹത്വവും എല്ലാം കരയറ്റുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന ഭാഷയും കൊച്ചമ്മയും ദാനമായി കൊടുത്ത മക്കളെ 2 പേരെയും ഒരിക്കൽ കൂടി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം. അനവധി കർത്താവ് ആവശ്യങ്ങളുള്ള ബന്ധത്തിൽ അവരായിരിക്കുന്നു. കർത്താവ് അവരോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ഭാവിയൊക്കെ ധന്യകരമാക്കണം.
അവരെ ശുശ്രൂഷ ധനികരമാക്കണം. ഈ ദേശത്ത് കർത്താവ് നിയോഗിച്ചിട്ടുള്ളതായ അങ്ങ് കണ്ടിട്ടുള്ളതായ ആത്മാക്കളെ അവർക്ക് നൽകി കൊടുക്കണം. ദൈവപ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തണം. എല്ലാ നന്മകളാലും നിറച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയും അനുമായി കൊടുത്ത പൈതന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദാസന് അവക്കെട്ടും അങ്ങനെ ശ്വാസം ഹോട്ടലായിട്ടൊക്കെ ഭാരപ്പെടുന്നു. സൗഖ്യം കൊടുക്കണം. കർത്താവ് കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടെയുള്ള ദൈവമക്കളെ ഒക്കെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണം. അവരുടെ ഭാവി ധന്യകരമാക്കണം. സനപാസ്റ്റയും കൊച്ചമ്മയും ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണം. അവരെയൊക്കെ രണ്ടുപേരുടെയും ഭാവി ധന്യകരമാക്കണം. അവിടെയുള്ള ദൈവമക്കളെ അനുഗ്രഹിക്കണം. എല്ലാ നന്മകളാൽ നിറച്ച ദിവസമായി അവരെ നടത്തണമെന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാത്യു പാസ്റ്റയും കൊച്ചമ്മയും ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവസഭയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസൻ ദാസി കടന്നു വരേണ്ടതായിരുന്നു. കർത്താവെ, കണ്ണിന്റെ ഓപ്പറേഷൻ മുഖാന്തരം അവരവിടെ വിശ്രമിക്കുന്നു. കർത്താവേ, നല്ല സൗഖ്യം കൊടുക്കണമേ. ഒരുമിച്ച് പിന്നെ ഞങ്ങൾക്ക് വേലയിൽ ഒരുമിച്ച് വർദ്ധിച്ചു സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ജോഷിപാസ്റ്റം കുടുംബം എന്താണ് കടന്നു വന്നവരാഞ്ഞത് ഞങ്ങൾ അറിയുന്നില്ല. കർത്താവെ, കാലാവസ്ഥയുടെ തടസ്സമൊക്കെ ആയിരിക്കാം. അവരെ കുടുംബമായിട്ട് അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പൂവൻചെറിയുള്ള ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെയും ഞങ്ങളോടൊപ്പം പ്രവർത്തിപ്പാനായി അവിടെ നയിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നിടത്തോളം കർത്താവ് ഒരുമിച്ച് വേലയിൽ വർദ്ധിച്ചു വരുവാനും സ്നേഹത്തിന്റെയും ഐക്യതയുടെയും ആത്മാവിൽ മുന്നേറുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ പൊട്ടിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വിശേഷാല രാകേഷ് പാസ്റ്ററേയും കൊച്ചമ്മക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദാസനോട് ചേർന്ന് ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായി തന്റെ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനയൊക്കെ അവിടെ അറിയുന്നല്ലോ. തിരുമേനിയുടെ അത്ഭുതത്തിന്റെ കരം അവരോട് കൂടെ അനുഗ്രഹിച്ച കർത്താവ്, ഇസ്ഹാഖിനെ അനുഗ്രഹിച്ച കർത്താവ്, യാക്കോബിനെ അനുഗ്രഹിച്ച കർത്താവാണല്ലോ. അങ്ങയുടെ ദാസനെയും കുടുംബത്തെ അവിടെ അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷകളെ മാനിക്കണമേ. ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വെച്ച് സ്തോത്രം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെ അത്ഭുതത്തിന്റെ കരം കാണുവാൻ തക്കവണ്ണം സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വേണ്ടിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും ആമേൻ. എല്ലാ ദേവദാസന്മാരോടും കുടുംബങ്ങളോടും അവരുടെ പ്രവർത്തനങ്ങളോടും അവരുടെ ആമേൻ ശുശ്രൂഷകളോടും കർത്താവിന്റെ കൃപ രണ്ടാമത്തെ വരെ ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം.